4 തോട്ടമുടമകൾ ഒരുമിച്ചു നടത്തിവരുന്ന ഒരാശുപത്രിയാണത്. ആശുപത്രിയിലെ ഡോക്ടറുടെ വിശ്രമമുറിയിൽ ഒരു ഈസി ചെയറിൽ മുകുന്ദൻ സിഗരറ്റും വലിച്ചു കിടക്കുന്നു. പിടിപ്പത് ജോലി ചെയ്തു കഴിഞ്ഞ് വിശ്രമിക്കും മട്ടിലല്ല, ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാനില്ലാതെ കനം കുറഞ്ഞ ഒരു കിടപ്പില്ലേ, അതുതന്നെ. ആ കിടപ്പിൽ പുക കൊണ്ട് ചുരുളുകൾ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരുന്നു പോകും. എത്ര ചുരുളുകൾ ഒരു വീർപ്പ് പുകയിൽ നിന്നുണ്ടാക്കാം? 7, 8, 11. ചുണ്ടുകളുടെ സാധകം മാത്രം പോരാ, ശ്വാസത്തിൻ്റെ നിയന്ത്രണവും വേണം. മുകുന്ദൻ നല്ല ഡോക്ടറാണ്, ബുദ്ധിമാനാണ്. ചികിത്സകന് യുക്തി വേണം. രോഗവും വൈദ്യൻ്റെ യുക്തിയും തമ്മിലാണ് മത്സരം. അതിനുള്ള കരുവാണ് മരുന്ന്. മുകുന്ദന് യുക്തിബോധമുണ്ട്. ഇന്നും മുകുന്ദൻ പഠിക്കുകയാണത്രേ. അങ്ങനെയാണ് അവിടുത്തെ നഴ്സുമാർ പറയുന്നത്. പിന്നൊന്നുണ്ട്, പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരെ അമ്പരപ്പിച്ചു കളയും. എങ്ങനെയെന്നു മുൻകൂട്ടി പറയാനാവുകയില്ല. എത്ര ശ്രമിച്ചിട്ടും വളയങ്ങളാകാതെ കുറേ പുക പോയി. അങ്ങനെയും സംഭവിച്ചോ? എന്തുകൊണ്ട്? പുക ചുണ്ടുകളെ കളിപ്പിച്ചു, ചുണ്ടുകളെ വിഡ്ഢികളാക്കി. ഒരു നിലവിളി. നഴ്സ് ഇസബെല്ല ഓടി വന്നു. ഡോക്ടർ! ഇസബെല്ലയെ നോക്കാൻ സ്വൽപ്പം സമയം വേണ്ടിവന്നു. ഡോക്ടർ! തല ചിരിച്ച് മുകുന്ദൻ നഴ്സിനെ നോക്കി. ഇസബെല്ലയുടെ മുഖം നീണ്ടിരിക്കുന്നു, ശരീരം വീർത്തും കാലുകൾ ശോഷിച്ചും. അങ്ങനെ മുന്നോട്ടാഞ്ഞു നിൽക്കുന്നു. ഡോക്ടർക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നി. മറിച്ച് അമ്പരന്നു നോക്കി നിൽക്കുന്ന ഡോക്ടറുടെ രൂപമോ? തടിച്ചെഴുന്ന ചുണ്ട്, പതിഞ്ഞു ചപ്പിയ മൂക്ക്, ഉണ്ടക്കണ്ണുകൾ, അങ്ങനെ ഒരു രൂപം. ഇസബെല്ലയ്ക്ക് പേടിയായി. വർദ്ധിച്ച പരിഭ്രമത്തോടെ ഇസബെല്ല വിളിച്ചു, ഡോക്ടർ! പാതാളത്തിൽ നിന്നും വരുന്ന ഒരു ഇരമ്പൽ. ഡോക്ടർ സിഗരറ്റ് എടുത്തു കൊളുത്തി. ഡോക്ടർ, 4-ാം നമ്പറിലെ രോഗി. ഡോക്ടർ സിഗരറ്റ് കൊളുത്തുകയാണ്. സിഗരറ്റ് ഒട്ടിത്തങ്ങി നിൽക്കുന്ന ചുണ്ടുകളിൽ നിന്നും ആ ശബ്ദം പുറത്തു വന്നു. പൾസ് പോയി. അയാളെ അവിടെ നിന്നും നേരത്തെ മാറ്റാഞ്ഞതെന്ത്? പെട്ടെന്നാണ്. ആ രോഗിയുടെ ഭാര്യയുടെ നിലവിളി കേൾക്കാം. ഇസബെല്ല അക്ഷമയാവുകയാണ്. ഡോക്ടർ അനങ്ങുന്നില്ല. വിരലുകൾക്കിടയിലേക്ക് സിഗരറ്റ് എടുത്തുകൊണ്ട് മുകുന്ദൻ ചോദിച്ചു, അതിനു ഞാൻ എന്തു വേണം? മുകുന്ദൻ തുടർന്നു, അയാൾ മരിക്കും. അയാളെ രക്ഷിക്കാനാവില്ല. ഡോക്ടർ എഴുന്നേറ്റു. അയാൾ മരിക്കട്ടെ. ഡോക്ടർ അവിടം വരെയൊന്ന് ചെല്ലുകയെങ്കിലും വേണം. പരബോധ്യത്തിനു വേണ്ടിയെങ്കിലും. അയാൾ ഒരു ഹിന്ദുവല്ലേ? അതെ. എങ്കിൽ ശാന്തി, ശാന്തി, ശാന്തി. അല്ല, ക്രിസ്ത്യനാണെങ്കിൽ കുരിശ് വരയ്ക്കാം. നന്മ നിറഞ്ഞ മറിയമേ. നീണ്ട നിലവിളി കേൾക്കാം. തീർന്നു ഡോക്ടർ. ഇവിടെ ഇങ്ങനെ കിടക്കാൻ ഒരു സുഖം തോന്നുന്നു. എഴുന്നേറ്റുകൊണ്ടിരിക്കെ ഡോക്ടർ ചോദിച്ചു, എന്തിനാ സ്ത്രീ നിലവിളിക്കുന്നു? വാതിൽക്കൽ കൂടി അകത്തു കടന്ന ഒരു പറപ്പൻ കാറ്റിൽ കൂടി ഇസബെല്ല പറന്നുപോയി. കൈ പുറകിൽ കെട്ടി അളന്നളന്നു ചുവടുകൾ വെച്ച് ഇരുവശവും കിടക്കുന്ന രോഗികളിൽ കണ്ണോടിച്ച് ഡോക്ടർ മുന്നോട്ടു നീങ്ങി. 8-ാം നമ്പറിൽ കിടക്കുന്ന സുന്ദരിയായ തമിഴത്തി ഭിത്തിക്ക് അഭിമുഖമായി കൈകൊണ്ട് മുഖം പൊത്തി ചെരിഞ്ഞു കിടക്കുകയാണ്. അവളുടെ പുറത്ത് ഒത്ത നടുവിൽ കൂടിയുള്ള ചാൽ താഴേക്ക് പോകുന്തോറും ആഴം കൂടിയതാണ്. അയഞ്ഞ ചേലയ്ക്കിടയിൽ കൂടി ഡോക്ടറുടെ മിഴികൾ ആ ചാലിൽ കൂടി താഴേക്കൊന്നു പാഞ്ഞു. അവളുടെ തുടകൾ കടഞ്ഞെടുത്തതുപോലെയുള്ളതാണ്. അവളെ വിളിച്ചു മലർത്തിക്കിടത്തി അടിവയറൊന്നു ഞെക്കി നോക്കിയാൽ എല്ലാം ഒരു നിമിഷത്തെ നുറുങ്ങുകൊണ്ടു കഴിഞ്ഞു. ഡോക്ടർ മരിക്കുന്ന രോഗിയുടെ അടുത്തെത്തി. മറ്റുള്ളവർ ഒതുങ്ങി നിന്നു. ഭാര്യയെ അയാളുടെ ശരീരത്തിൽ നിന്നും മാറ്റി. സാധാരണമായ മരണരംഗം. സിസ്റ്റർ നിർമ്മലയും സിസ്റ്റർ ഇസബെല്ലയും അടുത്തുണ്ട്. ഡോക്ടർ രോഗിയുടെ നാഡി നോക്കിക്കൊണ്ടിരിക്കെ പറഞ്ഞു, ഇതു തീർന്നല്ലോ. ആ സമയത്താണ് രോഗി താടിയെടുത്തു വലിക്കുന്നത്. ഭാര്യ ബോധം കെട്ടു വീണു. ഒരു ചൂളമടിച്ചുകൊണ്ട് മുകുന്ദൻ തുടർന്നു, ഇതെന്തോ നാടി? ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ നിന്ന ഒരുവൾ മറ്റൊരുവളോട് ചോദിച്ചു. രണ്ടാമത്തവൾ ചോദിച്ചു, എന്നതാ ഈ ഡാക്കിട്ടറുടെ പോക്ക്? പിന്നെ ഡാക്കിട്ടർ എന്നാ വേണം? രണ്ടാമത്തവൾ തുടർന്നു, അങ്ങേര് എത്ര മരണം കണ്ടതാ, എത്ര ശവം കൊത്തിക്കീറിയതാ. മറ്റൊരുവളുടെ പ്രതികരണം ഇതായിരുന്നു, എന്നാലും നമ്മൾ കണ്ടോണ്ടിരുന്നത്, നമ്മുടെ കൂടെ ചിരിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലാതാകുകയല്ലയോ? ഡാക്കിട്ടറും ഒരു മനുഷ്യനാണേ. ഒന്നാമത്തെ സ്ത്രീയുടെ അഭിപ്രായം ഉരുത്തിരിഞ്ഞു. അയാൾ ഒരു മനുഷ്യനല്ല. രണ്ടാമത്തവൾ പറഞ്ഞു,
ഡാക്കിട്ടറന്മാരല്ലേലും മനുഷ്യരല്ല. അവർ മനുഷ്യരായാൽ ഒക്കത്തില്ല. മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം മരണം സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഒരു ആഡംബരമാണ്. അവിടെ മരിച്ച ആ മനുഷ്യന് ആ ആഡംബരം നിഷേധിക്കപ്പെട്ടതുപോലെ തോന്നി. എങ്ങനെയെന്നോ ഒരു ചൂളമടി അതിലായി എല്ലാവരുടെയും ശ്രദ്ധ മരിച്ചവൻ പിന്തള്ളപ്പെട്ടു. കൺസൾട്ടിംഗ് റൂമിലിരുന്ന് മുകുന്ദൻ ഒരു ചിത്രം വരയ്ക്കുന്നു. കൊഴുത്ത തുടയും പുറത്ത് ആഴമുള്ള ചാലും വലിയ മുലയുമുള്ള ഒരു സ്ത്രീയുടെ രൂപം. സിസ്റ്റർ നിർമ്മലയാണ് അകത്തു കടന്നു വന്നത്. മുകുന്ദൻ നിർമ്മലയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിർമ്മലയ്ക്കും വലിയ മുലയാണുള്ളത്. കൊഴുത്ത ശരീരമാണ്. വരച്ചു തീർന്ന പടം കാണിച്ചുകൊണ്ട് മുകുന്ദൻ ചോദിച്ചു, ഇതൊരു പടമാണോ സിസ്റ്റർ? സിസ്റ്റർ ഒന്നേ നോക്കിയുള്ളൂ. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു സ്ത്രീ പുറംതിരിഞ്ഞു നിൽക്കുന്ന പടമാണ്, സിസ്റ്റർ നിർമ്മല പറഞ്ഞു. രോഗികളുടെ കൂടെ വന്നവർക്കെല്ലാം അഭിപ്രായ വ്യത്യാസമാണ്. ആയിക്കൊള്ളട്ടെ. മുകുന്ദൻ നിർമ്മലയെ നോക്കി. ഡോക്ടർ, ഈ പോക്കു നന്നല്ല. ഏതെന്ന് നിർമ്മലയ്ക്ക് വ്യക്തമായി പറയാൻ ഒക്കുന്നില്ല. പെട്ടെന്ന് നിർമ്മല ഓർത്തത് അതാണ്. ആ ചൂളമടിച്ചു കൊണ്ടുപോന്നത് കഷ്ടമായി പോയി. തുടർന്ന് നിർമ്മല പറഞ്ഞു, എല്ലാവരും മരവിച്ചു നിന്നുപോയി. അവിടെ ഒരാൾ മരിക്കുന്നു, ഡോക്ടർ ചൂളമടിക്കുന്നു. അപ്പോൾ സിസ്റ്റർ മരണത്തെ പുല്ലാക്കി അല്ലേ? ഡോക്ടർ ആ പടത്തിൽ മിനുക്കുപണി ചെയ്യുകയാണ്. കടലാസിൽ നിന്നും കണ്ണെടുക്കാതെ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർക്ക് പോകാം. ആ ചിത്രം അശ്ലീലമായ ഒന്നായി മാറിക്കഴിഞ്ഞു. മുകുന്ദൻ മേശപ്പുറത്തിരുന്ന ബെൽ അമർത്തി. അത് കുറേ നേരം ശബ്ദിച്ചുകൊണ്ടിരുന്നു. കമ്പൗണ്ടർ തോമസ് ആണ് വന്നത്. തോമസ്, ഞാൻ പോകുന്നു. ചിത്രം വരച്ച കടലാസ് ചുരുട്ടിക്കൂട്ടി കുട്ടയിലേക്കെറിഞ്ഞു. ഡോക്ടർ ഇറങ്ങിപ്പോയി. ഡോക്ടറുടെ കവിളുകൾ ചുവന്നിരിക്കുന്നു. കണ്ണുകളിൽ ഒരു പരിഭ്രമവും. കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴുണ്ട് കേശവൻ കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അയാൾ നിൽക്കുകയല്ല, നിന്ന് ഒരു താളം ചവിട്ടുകയാണ്. തത്തത്തരികിടത്തവും. കേശവൻ അണയ്ക്കുന്നുണ്ടായിരുന്നു. കാർ ഇരമ്പിക്കൊണ്ടു തന്നെയിരുന്നു. താഴെ എഴുന്നേൽക്കുന്ന ഇരുമ്പ് കുറ്റിയിലൊന്നിൽ ഡോക്ടറുടെ പാദം ഒന്നമർന്നാൽ കേശവൻ ഇടിയേറ്റു താഴെ വീണതു തന്നെ. ബോണറ്റിൽ കൈകുത്തി നിന്നുകൊണ്ട് കേശവൻ കിതയ്ക്കുകയാണ്. കാറിൻ്റെ ഹോൺ ഒന്നു ശബ്ദിച്ചു. ഉത്തരക്ഷണം കേശവൻ താളം മാറ്റി ചവിട്ടി. അവൻ കാറിൻ്റെ മുമ്പിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു. കാർ മുന്നോട്ടോടി മറഞ്ഞു. ഷെടാ, വെറുതെ ആയല്ലോ ഈ ഓട്ടം ഓടിയത്. 4-ാം നമ്പർ കട്ടിൽ ആ വാർഡിലില്ല. അത് മാറ്റപ്പെട്ടു. മറ്റെല്ലാ കട്ടിലിലും രോഗികൾ കിടക്കുന്നുണ്ട്, ശുശ്രൂഷകരുമുണ്ട്. രോഗികളിൽ ആശ്വാസമുള്ളവരും ഞരങ്ങുന്നു. തീരെ അവശരായവർ മിണ്ടുന്നില്ല. കട്ടിലിനടുത്തുള്ള വേണ്ടപ്പെട്ടവരുടെ ഉള്ളിൽ കനത്ത ഭാരമാണ്. അവിടെ ഒരു മരണം നടന്നതല്ലേ? മരണം ചികിത്സയെ കീഴ്പ്പെടുത്തി. മരണം എപ്പോഴും തക്കം നോക്കി ആശുപത്രിയെ ചുറ്റിപ്പറ്റി പതിഞ്ഞിരിക്കുകയാണ്. ആരെ റാഞ്ചിക്കൊണ്ടുപോകാനാണ് ലാക്കു കിട്ടുന്നതെന്ന് എങ്ങനെ അറിയാം? 1-ാം നമ്പർ കട്ടിലിലെ രോഗിയെ ശുശ്രൂഷിക്കാനിരിക്കുന്ന ആൾ സിസ്റ്റർ ഇസബെല്ലയോട് പറഞ്ഞു. ഡോക്ടർ പോയോ? ഇല്ല, പോകാൻ നേരമായില്ല. പിന്നെ കാറിൻ്റെ ഇരുപ്പ് കേട്ടതോ? പുറത്തേക്ക് എവിടെയോ പോയതാണ്, ഇപ്പോൾ മടങ്ങി വരും. പിന്നെന്തിനിപ്പോൾ പോയി? ഇസബെല്ലയ്ക്ക് ഉത്തരം മുട്ടി. അവർ ചോദിച്ചു, നിങ്ങൾക്കെന്തു വേണം? ശ്വാസത്തിനൊരു വ്യത്യാസം. ഇസബെല്ല 1-ാം നമ്പർ രോഗിയുടെ അടുത്തു ചെന്നു. ഓ, ഒന്നുമില്ല. എല്ലാ രോഗികളുടെയും ആൾക്കാർക്കും സംശയം. രോഗത്തിന് പെട്ടെന്ന് മാറ്റം വന്നോ എന്ന്. ഒരു രോഗിയുടെ നോട്ടത്തിന് എന്താ പ്രത്യേകത? മറ്റൊരാൾക്ക് കൂടുതൽ ക്ഷീണം, തളർച്ച. 4-ാമത് രോഗിയെ വിളിച്ചിട്ടു മിണ്ടുന്നില്ലത്രേ. എല്ലാ രോഗിയുടെ അടുത്തും ഇസബെല്ല ചെന്നു. വിളിച്ചിട്ടു മിണ്ടാത്ത രോഗി ഉറങ്ങുകയായിരുന്നത്രേ. ഗാഠനിദ്ര. കൂടുതൽ ക്ഷീണം 3-ാമത്തെ രോഗിക്കില്ല. വല്ലാതെ നോക്കുന്നുവെന്നത് ഒരു തോന്നലാണ്. എങ്കിലും പലർക്കും വിശ്വാസമാകുന്നില്ല. ഒരു സ്ത്രീ ചോദിച്ചു, ഇന്നലെ രാത്രിയിലത്തെ പോലെ ഒരു രാത്രി ഉണ്ടായിട്ടുണ്ടോ? വേറൊരുവൾ അതോട് യോജിച്ചു. ശരിയാ, രാത്രി മുഴുവൻ കുറുക്കൻ ഓരിയിടുകയായിരുന്നു. 3-ാമതൊരുവൾ പറഞ്ഞു, ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ ഞാൻ ജനലിൽ കൂടി നോക്കി നിൽക്കുമ്പം ഒരു കാഴ്ച കണ്ടു. അതെന്തെന്നറിയാൻ കൗതുകപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ 4-ാമതൊരുവൾ പറഞ്ഞു, അങ്ങ് ദൂരെ കക്കയിൽ കൂടി ഒരു തീപ്പന്തം പായുന്നതല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. 3-ാമത്തവൾ പറഞ്ഞു, അതല്ല, ഇരുട്ട് ഒരു വലിയ മനുഷ്യനാകുന്നത്.
ഇരുട്ട് മനുഷ്യനാകുന്നതോ? അതേന്നേ, പുറത്തു നോക്കുമ്പം ഇരുട്ടല്ലയോ, കട്ടി ഇരുട്ട്. ആ ഇരുട്ട് മെനഞ്ഞു മനുഷ്യനാകും, ചെളിമെനഞ്ഞു കലമാകുന്നില്ലയോ, അതുപോലെ. ആ 4-ാം കട്ടിലിലെ ആളിനെ കൊണ്ടുപോകാൻ എത്തിയതായിരിക്കും. ആയിരിക്കും. പക്ഷേ ആയുസ്സെത്താതെ കാലൻ വരുമോ? ആശുപത്രിയുടെ ചുറ്റിനും കാലനുണ്ട്. പെട്ടെന്നെല്ലാവരും നിശബ്ദരായി. ആ നിശബ്ദത കുറേ നേരം നീണ്ടുനിന്നു. ഒരുവൾ ആ നിശബ്ദത ഭഞ്ജിച്ചു. ഈ ഡാക്ടർ നിങ്ങൾ എന്തു പറഞ്ഞാലും മനുഷ്യപ്പറ്റുള്ളവനല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡാക്ടറന്മാരാരും മനുഷ്യപ്പറ്റുള്ളവരല്ല. മനുഷ്യപ്പറ്റും കൊണ്ടു നടന്നാൽ കാര്യം നടക്കത്തില്ല. മൂന്നാമതൊരുവൾ പതുക്കെ ചോദിച്ചു. ഈ ഡാക്ടർ എന്തിനാ? വള്ളിയില്ലയോ? ആ തമിഴത്തി അവളുടെ അടിവയറ്റിൽ ചേലക്കിടയിലൂടെ കൈ കടത്തി ഞെക്കുന്നേ. എന്നും 2-3 പ്രാവശ്യം ചെയ്യും. ചുമ്മാ വല്ലതും പറയാതെ. അവക്ക് അടിവയറ്റില്ല സുഖക്കേട്. പിന്നെ ഡാക്ടറന്മാർ പേരെടുക്കുന്നത് എങ്ങനാ? നിങ്ങൾ എന്തു പറഞ്ഞാലും ആ ഞെക്കൊരു വല്ലാത്ത ഞെക്ക. കൈ അങ്ങോട്ട് ചെല്ലുമ്പം അവളുടെ മേലാകെ രോമം എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പുളച്ചിലും. കേശവൻ അവിടേക്കു കടന്നു വന്നു. കിതപ്പ് അപ്പോഴും മാറിയിട്ടില്ല. കൈ രണ്ടും മലർത്തി അയാൾ ആംഗ്യം കാണിച്ചു. എവിടെയെന്ന് ചോദിക്കുകയാണ്. നഴ്സുമാർക്ക് 2 പേർക്കും കേശവനെ അത്ര പിടുത്തമില്ല. അറ്റൻഡർമാർ വേലുവിനും മത്തായിക്കും എന്നും കേശവൻ ഒരു കളിപ്പാട്ടമാണ്, ചിരിക്കാനുള്ള വക. നിർമ്മല ചോദിച്ചു. ആ കാറിനു മുമ്പിൽ നിന്നു താൻ താവതി തുള്ളിയല്ലോ? കേശവൻ പറഞ്ഞു. പോയി കളഞ്ഞു. എങ്ങോട്ടോ പോയി. ഈ ഗഡു തെറ്റിയാൽ എല്ലാം പോക്കായി. പിന്നെ പിടികിട്ടുകയേ ഇല്ല, അല്ലയോ? ഇല്ല, അതാണു തഞ്ചം. വല്യങ്ങൊന്നു ചികിത്സിക്കാൻ സമ്മതിച്ചു. അല്ല, സമ്മതിച്ചു പോകും. അതാ സ്ഥിതി. മണിയനീച്ച പൊതിയുകയാണ്. മണിയനീച്ച മേത്തിരുന്നു തമ്മിൽ തല്ലുന്നു. കേശവൻ കാലുകൾ രണ്ടും അല്പം അകത്തിക്കുത്തി. കൈകൾ രണ്ടും ശരീരത്തിൽ നിന്നും അല്പം അകത്തി. പറക്കാൻ പോകും പോലെ നിൽക്കുന്നു. കേശവൻ തുടർന്നു. കുറേ കാലം മുമ്പ് തോട്ടത്തിൽ ഒരിടത്തു നിന്നും പോലീസുകാർ വന്ന് ഒരു ശവം മാന്തിയെടുത്തു. തൊലി അഴുകി നീലവെള്ളം ചാടിയ ഒരു രൂപം. ആ ശവം എഴുന്നേറ്റു നിൽക്കുന്നു. മണിയനീച്ച പൊതിഞ്ഞിരിക്കുന്നു. പിന്നെ സമ്മതിക്കാതിരിക്കുമോ? നിർമ്മല ചോദിച്ചു. എന്നിട്ടും വർത്തമാനം പറയുന്നോ? കൊള്ളാം. എടാന്നൊരു വിളി. ഞാൻ നടുങ്ങിയിട്ട് എൻ്റെ തല മാനത്തു മുട്ടി. അല്ലേ, ചത്തു ചീഞ്ഞ് വീർത്ത് നീലൂറുന്ന തടിയിൽ ആത്മാവിരിക്കുകയാ. ഇതു ഞാൻ പറയുന്നതല്ല, വല്യങ്ങൊന്നു തന്നെ പറയുന്നതാ. ആത്മാവ് എവിടെയും പാർക്കും. നൊമ്പരമില്ല, ഈച്ചയില്ല, ഒന്നുമില്ല. കേശവനൊരു സംശയം. അത് അയാൾ ചോദിച്ചു. ഈ ആത്മാവ് എവിടെയായിരിക്കുന്നേ? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഇസബെല്ല കാലിൻ്റെ പെരുവിരൽ തൊട്ടു കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെയാ. ഡോക്ടർ വന്നു കയറി. ഇപ്പോൾ പ്രസന്നവദനാണ് അദ്ദേഹം. മൂളിപ്പാട്ട് പാടുന്നു. തെല്ലിട കഴിഞ്ഞ് കേശവനെ അദ്ദേഹം കണ്ടുള്ളൂ. ആ, എന്താണ് കേശവൻ? തല ചൊറിഞ്ഞുകൊണ്ട് കേശവൻ പറഞ്ഞു. ഒന്നുമില്ലേ. പരമമ്മാവൻ എങ്ങനെ ഇരിക്കുന്നു? പെരുവിരലിൽ നൊമ്പരമുണ്ട് എന്നാ തോന്നുന്നത്. ചെറിയ നൊമ്പരമോ വലിയ നൊമ്പരമോ? അങ്ങനെയില്ല. മണിയനീച്ച പൊതിഞ്ഞിരിക്കുക. അതുകൊണ്ട് അറിയുന്നേയില്ലെന്നാ തോന്നുന്നേ. ഓ, സാരമില്ല. ഇപ്പം വന്നാൽ ചികിത്സിക്കാൻ സമ്മതിക്കും. ഏമാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വരാം, താൻ പൊയ്ക്കോളൂ. ഡോക്ടർ വള്ളി എന്ന രോഗിയുടെ അടുത്തേക്കു ചെന്നു.